ആര് മുന്നിൽ ആര് പിന്നിൽ വിധി ദിനം മെയ് 4 തിങ്കളാഴ്ച രാവിലെ 5 മണി മുതൽ തത്സമയം 24. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ. ഉണ്ണി അങ്കിൾ വെൽക്കം. ആര്യ ചേച്ചി വെൽക്കം. ഉണ്ണി അങ്കിൾ വീണ്ടും ഒരു കംബാക്ക്. യെസ്. ചെന്നൈയിലെ വിശേഷങ്ങളൊക്കെ പറയോ? ചെന്നൈയില് വോട്ടിങ്ങിന്റെ ഒരു ഹരത്തിലായിരുന്നു. ഇലക്ഷൻ ചൂടില് അല്ലേ? അതെ, എവിടെയും പോകാൻ നിർത്തിയില്ല. കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു എല്ലാ സ്ഥലത്തും. ഇലക്ഷന്റെ ആ ഉണ്ണി അങ്കിൾ വോട്ട് ചെയ്തോ? കാരണം പിന്നെ നമ്മള് വിത്ത് ഫാമിലി ഫുൾ ഫാമിലി പോയി വോട്ട് ചെയ്തു. ഓക്കെ. അയ്യോ, ഉണ്ണിയങ്കളിലപ്പം അവിടെയാണോ വോട്ട് ആ വരുന്നത്? ചെന്നൈയിലാണ്. ചെന്നൈയിലാണ്. തമിഴ്നാക്കും. ഓ. പിന്നെ ആര്യ ചേച്ചിയുടെ ഉടുപ്പ് ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. എന്നെ ഒരു രാജകുമാരിയെ പോലെ ഇല്ലേ? ആ ഉണ്ട് ഉണ്ട് പ്രിൻസസ് ആര്യ ചേച്ചി. അല്ല, ആര് നോക്കിയപ്പോ എങ്ങനെ MJ അങ്കിൾ തോന്നിയില്ലാന്ന് തോന്നുന്നു. സ്വയം പ്രശംസിക്കുക. ഞാനൊരു ചോദ്യം ചോദിച്ചതല്ലേ, അല്ലേ എന്ന്. അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞാൽ മതി. അതെ അതെ, ഞാൻ സമ്മതിക്കുന്നു. ഇതിനെ തുടങ്ങിയപ്പോ തന്നെ അതിനെ വിഷമിപ്പിക്കും. അതെ ആര്യ ചേച്ചി അങ്ങനെ പറഞ്ഞാ മതി. MJ അങ്കിൾ വിഷമിപ്പിക്കണ്ട, വിഷമിക്കണ്ട, പോട്ടെ. MJ അങ്കിളോ? MJ അങ്കിളിന്റെ പടം ഇറങ്ങിയിട്ടുണ്ട്, മൈക്കിൾ ജാക്സൺ. അതെ അതെ, MJ അങ്കിൾ കണ്ടോ? അത് കാണാൻ പോണം. എനിക്കും കാണാൻ പോണം. ആരെങ്കിലും കണ്ടോ? നമുക്ക് എങ്ങനെ എല്ലാവർക്കും സിനിമ? സവാരി ഗിരിഗിരിയായിരുന്നു, മൊത്തം സവാരി അതെന്താ ഉദ്ദേശിച്ചേ? എവിടെയൊക്കെയോ സവാരി. ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. എവിടെയൊക്കെയാ പോയത്? ഇവിടെ കാണാം. ഓക്കെ. ഓ, കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പുൽമേട്ടിലോ പൂങ്കാട്ടിലോ. നോക്കണ്ടേ? നമുക്ക് പോണം. അതെങ്ങനെ ഒരു കുതിര ഓടുമ്പോ ഇത്ര സ്റ്റേബിൾ ആയിരിക്കുന്നത്? അതെ, MJ അങ്കിൾ അനങ്ങുന്നില്ല. അതെങ്ങനെയാ? ഇപ്പൊ എന്ത് ചെയ്യാം? അതെ അതെ അതെ. ഇത് എവിടെ MJ അങ്കിൾ പോയത്? മൈസൂരു മൈസൂരോ? ഒരു കല്യാണത്തിന് പോയതാ. ആണ്. ആ, ഞാൻ വിചാരിച്ചു വെക്കേഷന് പോയതായിരിക്കും. എന്നിട്ട് കൊറേ ടെമ്പിളിലൊക്കെ പോയി അല്ലേ? ചാമുണ്ടി ഹിൽസ് ഓക്കെ. എല്ലാരും പോയി. ആ, ഹാപ്പി ആയിരുന്നു. മീനുട്ടാ, എന്തോ? നമുക്കൊരു കുതിരയെ വാങ്ങിച്ച് അതിനെ പുറത്ത് കയറി പോവാം. ഓക്കെ. പറന്നു പോവാം. എന്നെ ഒരു കുതിരവണ്ടിയെ കൊണ്ട് കയറ്റിയാൽ മതി. പക്ഷെ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഒരു കുതിരയെ തന്നെ വാങ്ങും. അതെ. എന്തൊരു സ്നേഹം. ഇത്ര സ്നേഹത്തോടു കൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാട്ട് കേട്ടാലോ? പാട്ട് കേൾക്കാം. ഓക്കെ. ആര്യ ചേച്ചി, ഓ, ഒരു കുടുംബത്തെ കാണാൻ നിങ്ങൾ റെഡിയാണോ? എല്ലാവരും വരി വരിയായി വന്നോട്ടെ. ആ കുടുംബത്തിൽ കുട്ടികൾ ഉണ്ടാവും, മുതിർന്നവരുണ്ടാകും. വെരി ബ്യൂട്ടിഫുൾ ഫാമിലി വരാൻ പോവാണ്. നമ്മുടെ എസ്തർ കുട്ടി ആൻഡ് ഫാമിലി ആണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം എസ്തർ, റോസ്, പ്രവീൺ ആൻഡ് ഫാമിലി ഓൺ സ്റ്റേജ്. ഹലോ. വേറൊരു മാലാഖ. ഇവിടെ കുറെ മാലാഖമാർ വരാൻ കിടക്കുന്നു. എസ്തർ ബേബി, ഇന്ന് ടെൻഷൻ കുറവില്ലേ? എല്ലാരും കൂടെ ഉണ്ടാവുമല്ലോ അല്ലെ? ധൈര്യത്തിന് വീട്ടിൽ ആളെ കൊണ്ടുവന്നിട്ട്. അതെ, ധൈര്യത്തിന് എല്ലാരും സ്റ്റേജുമേ ഉണ്ട് ഇന്ന്. അവരൊക്കെ കൂടെ പാടുകയാണോ അതോ ഡാൻസ് ചെയ്യാണോ? എത്ര പേരുണ്ടപ്പോ ഇന്ന് കൂടെ ധൈര്യത്തിന്? 30 ഏകദേശം. അറിഞ്ഞൂടാ. എനിക്കൊരു സംശയമുണ്ട് ക്യാപ്റ്റൻ, ഇത് പള്ളി അങ്കണമാണോ? കുറെ ദേവദൂതർ വന്ന് പാടുന്നതാണ്. നമുക്കിവിടെ കുറെ ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഔസപ്പച്ചൻ ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്, ONV സാറിനെ മിസ് ചെയ്യുന്നുണ്ട്, യേശുദാസ് സാറിനെ മിസ് ചെയ്യുന്നുണ്ട്, ലതിക ചേച്ചിയെ മിസ് ചെയ്യുന്നുണ്ട്, ഭരതൻ സാറിനെ മിസ് ചെയ്യുന്നുണ്ട്, ആ സിനിമയെ മിസ് ചെയ്യുന്നുണ്ട്. കാതോട് കാതോരം ഡീറ്റെയിൽസ് എല്ലാം 1985 അതും കൂടെ പറയാം. കൃഷ്ണേന്ദ്രൻ. ആ കൃഷ്ണേന്ദ്രൻ ചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എസ്തർ കുട്ടി, എന്തോ നമുക്ക് തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടിച്ചു പൊളിക്കാം. പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ
നീസ നീസ ഗസ നിനിസ നിനിസ ഗസ ഇന്നു നിന്റെ പാട്ടു തേടി കൂട്ടു തേടി ആരോ വന്നു നിന്റെ വീണയിൽ നിപ്പാണികളിൽ തൊട്ടു ആടുമിക്കാൻ ഓടി വരാം വൈക്കളുമാടി വരാം കാതിലാരോ ചൊല്ലി ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു അഴകാർന്നോരാടകൾ നീതു തന്നു ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു അഴകാർന്നോരാടകൾ നീതു തന്നു ആ മാടപ്പെട്ടി തുറന്നു തന്നു ആകാശം പൂത്തു ഭൂമിയിൽ കല്യാണം സ്വർഗത്തും കല്യാണം ഭൂമിയിൽ കല്യാണം സ്വർഗത്തും കല്യാണം ഭൂമിയിൽ കല്യാണം സ്വർഗത്തും കല്യാണം പൊന്നും നൂലിൽ പൂത്താലിയും കോർത്തു തന്നു കണ്ണിപ്പട്ടിൽ മണിത്തുങ്ങലും ചാർത്തി തന്നു പൊന്നും നൂലിൽ പൂത്താലിയും കോർത്തു തന്നു കണ്ണിപ്പട്ടിൽ മണിത്തുങ്ങലും ചാർത്തി തന്നു കല്യാണപ്പൂ പന്തൽ സ്വർഗത്തേതോ പൂമുറ്റത്തോ കാറ്റിൻ കുരുത്തോല കലപില പാടും താഴത്തോ ഭൂമിയിൽ കല്യാണം സ്വർഗത്തും കല്യാണം ഭൂമിയിൽ കല്യാണം സ്വർഗത്തും കല്യാണം ഭൂമിയിൽ കല്യാണം സ്വർഗത്തും കല്യാണം ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ ഇന്നു നിന്റെ പാട്ടു തേടി കൂട്ടു തേടി ആരോ വന്നു നിന്റെ വീണയിൽ നിപ്പാണികളിൽ തൊട്ടു നീസ നീസ ഗസ നിനിസ നിനിസ ഗസ നീസ നീസ ഗസ നിനിസ നിനിസ ഗസ ഇന്നു നിന്റെ പാട്ടു തേടി കൂട്ടു തേടി ആരോ വന്നു നിന്റെ വീണയിൽ നിപ്പാണികളിൽ തൊട്ടു ആടുമിക്കാൻ ഓടി വരാം വൈക്കളുമാടി വരാം കാതിലാരോ ചൊല്ലി ദേവദൂതർ പാടരരാ പാടരരാ ചൂടിയാടും നിലാലരാ ദേവദൂതർ പാടരരാ ചൂടിയാടും നിലാലരാ ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ ആദ്യമായിട്ട് പറയാനുള്ളത് കോറസ് സൂപ്പർ. ആഹാ കുഞ്ഞിപ്പടയോടെ നിൽക്കാൻ എന്തൊരു സുഖ സന്തോഷ കണ്ടില്ലേ മാലകമാരെ നമുക്ക് പരിചയപ്പെടണ്ടേ. കുഞ്ഞിന്റെ പേരെന്താ? ആൽവിയ, ഹെലൻ, ആൽബർട്ട്, ആൽഡ്രിക്, ഫാബിൻ, ആന്റണി, സെറിൻ, അനോറ, ബെൽബിൻ, ഫേവി, അമാൻഡ. ഈ കുട്ടിയുടെ പേരെന്താ? എസ്തർ. എവിടെ കണ്ടിട്ടുണ്ടല്ലോ. കുട്ടിയാണ് ഇപ്പൊ പാടിയ. അസലായിരുന്നല്ലേ? സൂപ്പർ ആയിരുന്നു. ആ സൂപ്പർ ആയിരുന്നേ. താങ്ക് യു സർ. ഞാനിങ്ങനെ നമ്മുടെ എസ്തർ റൂട്ടിന്റെ അമ്മ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു കേട്ടോ. കോറസ് വളരെ സീരിയസ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ചിരികളൊന്നുമില്ല, ആഘോഷമൊന്നുമില്ല, ഡാൻസ് ഇല്ല, ഒന്നുമില്ല.
കാര്യം എന്താണ്? ഭയങ്കര ടെൻഷനാണ്, ഉള്ളിൽ ആദ്യമാണ്. ഉള്ളില് പേടി. എങ്ങനെ പാടും, അല്ല ഇങ്ങനെ ശ്രുതി പോയാലോ. ശ്രുതിയാണ് പേടി അമ്മയ്ക്ക്, അല്ലേ? പക്ഷെ എസ്തറൂട്ടൻ അതിന്റെയൊക്കെ മേളിലല്ലേ, എത്രയോ മേളിലാണ്. അപ്പൊ എസ്തറൂട്ടന് നല്ലൊരു കൈയടി കൊടുക്കാം. പിന്നെ ഈ കുഞ്ഞി മാലാഖകൾ എന്ത് രസമായിരുന്നു അവിടെ. നമുക്ക് ഒന്നിച്ച് ഡാൻസ് ചെയ്യണം കേട്ടോ. എസ്തറൂട്ടാ, ആദ്യത്തെ ഒരു ഹമ്മിങ് അല്ലേ, അത് ശരിക്കും മെയിൽ വോയിസ് അല്ലേ? ഒരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ, അത് പാടി ഒപ്പിക്കാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ മതി, അങ്കിളുടെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു, വൈശാഖ അങ്കിളുടെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്കിള് പാടിക്കോ, ബാക്കിയുള്ളത് ഞാൻ പാടാന്ന് പറയാമായിരുന്നല്ലോ. അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു പഴുതുണ്ടായിരുന്നു. ഇപ്പോഴാണ് ആലോചിച്ചത്. അല്ലേ, ശരിയല്ലേ? അത് ആ റേഞ്ച് പാടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എനിക്കറിയാം, ഹെഡ് വോയിസ് ആണെങ്കിലും കുറച്ച് ടഫ് ആയിരിക്കും അല്ലേ? പിന്നെ ഈ വർണ്ണങ്ങൾ പഠിക്കേ. 1000 വർണ്ണങ്ങൾ കൂടെ വന്നു, അടുത്ത അഴകാർന്നോരാടകൾ നെയ്തു തന്നു. പിന്നെ എനിക്ക് ചെറിയ കുഴപ്പം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആകാശം പൂത്തുന്നത്, അത് എന്തെന്നായിരുന്നു? ഉണ്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി, സാരമില്ല, അതൊക്കെ സംഭവിക്കൂലേ, അത് ശ്രദ്ധിച്ചാ മതി. പിന്നെ കല്യാണ പൂപ്പന്തൽ സ്വർഗത്തേതോ. കല്യാണപ്പൂപ്പന്തൽ സ്വർഗത്തേതോ പൂമുറ്റത്തോ കാറ്റിൻ കോരുത്തോല കലപില പാടും താഴത്തോ. അതാണ്, അവിടെയൊക്കെ ശ്രുതി കുറച്ചും കൂടെ ചേർന്നെങ്കിൽ, ആ കലപില ഇല്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ആകെ മൊത്തം ടോട്ടൽ എങ്ങനെ ഉണ്ടായിരുന്നു? ടോട്ടൽ കിടിലം ഫാമിലി, കിടിലം പാട്ട്. പിന്നെ വയലിൻ വായിച്ചത് നമ്മുടെ ചേട്ടൻ അങ്കിളാണ് അല്ലേ? വയലിൻ കുറെ നേരമായിട്ട് അദ്ദേഹം ഇങ്ങനെ ആ കമ്പ് പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, പോലീസുകാരുടെ ലാത്തി പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കയ്യില്. പിന്നെ അദ്ദേഹം വായിക്കാൻ തുടങ്ങിയപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ സുബിൻ ഗിറ്റാറിൽ സോളോ തുടങ്ങിയപ്പോ അദ്ദേഹം വയലിൻ വായിക്കാൻ തുടങ്ങി. പറഞ്ഞു എന്റെ അടുത്ത് ഉണ്ണി സാർ. അത് രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ഫോർ ബീങ് ദെയർ ഫോർ എസ്തർ കുട്ടി ടുഡേ. സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അമ്മൂമ്മയാണ്. അമ്മൂമ്മ ഇങ്ങോട്ട് വരാമോ? ഇങ്ങോട്ട് വരാമോ? ശരിക്കും സിസ്റ്ററായി. അമ്മൂമ്മയുടെ പേര് കേട്ടോ, റോസ. അതാണ് റോസ് എന്ന് പറഞ്ഞ. ആ റോസാണ് ഈ റോസ്. അത് ശരി. അപ്പൊ സിസ്റ്റർ ശരിക്കും സിസ്റ്റർ തന്നെ ആയിരുന്നു. അപ്പൊ അമ്മമ്മയ്ക്കും ഒരുപാട് സ്നേഹം ഈ വേദിയിൽ നമ്മൾ ഒന്നിച്ച് കാണാൻ പറ്റുന്ന അച്ഛൻ. അതാ ഈ അച്ഛൻ ഡാഡിയാണ്. എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റിയത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ ക്യാപ്റ്റൻ? യെസ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫാമിലി യു ഹാവ്. കേട്ടോ, എല്ലാരും ഒന്നിനൊന്ന് നല്ല കിടിലനായിട്ട് അവിടെ നിന്ന് പെർഫോം ചെയ്യായിരുന്നു. എനിക്ക് എസ്പെഷ്യലി കുട്ടികളുടെ ആ ഡാൻസ് ഉണ്ടായിരുന്നല്ലോ ഫ്രണ്ടില്, എനിക്കും അതായിരുന്നു നല്ല രസമായിരുന്നു അത്. പിന്നെ ഒരാളെ പറയാതിരിക്കാൻ, ഒരു കള്ളുകൂടിയനായിട്ട് വന്നില്ലേ യദുചേട്ടൻ, നമ്മുടെ കോസ്റ്റ്യൂമിലത്തെ ആളാണ് യദുചേട്ടൻ. അപ്പം പരിചയമില്ലാത്ത പ്രേക്ഷകർക്ക് വേണ്ടി പറയാണ്, കിടിലനായിരുന്നു കേട്ടോ. ഓൾസോ സാന്റ ആയതും ഇതേ യദുചേട്ടൻ തന്നെയാണ് സാന്റ ആയിട്ടും വന്നത്. എന്തായാലും മൊത്തത്തിൽ ഒരു ക്രിസ്മസ് വൈബ് നമുക്ക് ഇവിടെ ഇരുന്ന് എന്തായാലും കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആദ്യം പാടി അങ്ങനെ ആ ഒരു സ്പോട്ടിൽ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയപ്പോ ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിട്ട് പേടിച്ചു പോയോ? പേടിച്ചില്ലേ? പക്ഷെ കണ്ണുകളിൽ ഒരു പേടി ഉണ്ടായിരുന്നു. കൊച്ചിന് തെറ്റിയപ്പോ ഞങ്ങൾക്ക് എല്ലാരും അങ്ങ് സ്ട്രക്കായി പോയി, പേടിച്ചിട്ട് അഭിനയിക്കാൻ വെച്ചതെല്ലാം വിട്ടുപോയി. വെറുതെ അല്ല എസ്തർ ഇങ്ങനെ പാടുന്നത്, അവിടെ ജീൻസ് ഇങ്ങനെ ഒഴുകി വന്നതല്ലേ? അമ്മയുടെ അനിയത്തി അവിടെ ഇരിക്കുന്ന, അവൾ അത്യാവശ്യം പാടുന്ന ആളാ. ഹലോ 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 അമ്മയുടെ അനിയത്തി. ഹലോ, അവളുടെ മോളാണ് ഇത്, ഈ കൊച്ചു. ഇതാണ് എസ്തർ കുട്ടി. എന്തോ അവളുടെ വോയിസ് എന്ത് സുഖമായിരുന്നു അറിയോ കേൾക്കാൻ. അത് ആദ്യം പറയാതെ പറ്റില്ല. ഇത്ര മനോഹരമായിരുന്നു വോയിസ് കേൾക്കാൻ. വോയിസിന്റെ പ്രൊജക്ഷൻ ഭയങ്കര രസമായിരുന്നു. അത് ഈ പാട്ടിന് പറ്റിയ ഒരു വോയിസ് തന്നെയാണ് കേട്ടോ. ഈ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔസേപ്പച്ചന്റെ കമ്പോസിഷനാണ്. എത്ര വർഷങ്ങളായി, 85 അല്ലേ ഇത്? 85 ചെയ്ത പാട്ട് ഇപ്പോഴും സ്റ്റേജിൽ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സുഖമാണ്. എസ്പെഷ്യലി ഇത് ഓർക്കസ്ട്രേഷൻ പാർട്ടിനോ ഭയങ്കര ഒരു ടോപ്പ് ബാൻഡ്. താങ്ക് യു സോ മച്ച്. ക്ലാസി ആയിരുന്നു. ഇത്രയും വെറൈറ്റീസ്, ഒരു വേരിയേഷൻസ് ബാക്ക്ഗ്രൗണ്ടിലെല്ലാം കൊടുത്തിട്ട് അത് സ്റ്റേജിൽ ഇത്രയും ആക്ടിവിറ്റീസോട് കൂടി കാണുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. അത് എസ്തർ കുട്ടിയുടെ ഫാമിലി വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അപ്പൊ എല്ലാ ആക്ടിവിറ്റീസും നന്നായിരുന്നു. അയ്യോ, ഇവരുടെ പേരറിഞ്ഞില്ലല്ലോ. ഫിൻസി എസ്തറിന്റെ മമ്മിയുടെ ഫ്രണ്ടാണ്. മമ്മിയുടെ ഫ്രണ്ട്. നിങ്ങളൊക്കെ വൈബ്രന്റ് ഗേൾസ് അതിലല്ല, വന്നിട്ടുണ്ട് ഇവിടെ. എസ്തറിന്റെ ഫ്രണ്ട്സും ആണ്. ഫ്രണ്ട്സ് ആണ്. ഓക്കെ ഓക്കെ. ഗ്ലിൻഷി ആന്റിയാണ്. ഓക്കെ. ഗ്ലീനു ആന്റി. ഓക്കെ. ആൻഡ്രിയ. സെറ. കസിൻ ആണോ? ആന്റണി.
ആന്റണി. ഗ്രാൻഡ് ഫാദർ ആണ്. ഓക്കെ. ഗ്രാൻഡ് ഫാദർ. എന്റെ പേര് ആൻസി. ആൻസി. എസ്തന്റെ അമ്മയുടെ ഫ്രണ്ടാ. അമ്മയുടെ ഫ്രണ്ട്. നവീൻ. നവീൻ ദ വയലിസ്റ്റ്. യെസ്, ദ വയലിനിസ്റ്റ്. എല്ലാം കൂടി നല്ല ലൈവ്ലി ആയി ഈ പാട്ട് കേട്ടാ മോളെ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു സർ. ക്യാപ്റ്റൻ യെസ്, പോരട്ടെ, അങ്ങനെ പോരട്ടെ, നമുക്കൊരു ആഘോഷക്കാം. പിന്നെന്താ, പോരെ? റെഡി. ഉണ്ണിയണ്ണ പോരേ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ഇന്നു നിന്റെ പാട്ടു തേടി കൂട്ടു തേടി ആരോ വന്നു നിന്റെ വീണയിൽ നിൻ പണികളിൽ തൊട്ടു. നീസ നീസ ഗസ നിനിസ നിനിസ ഗഗസ നീസ നീസ ഗസ നിനിസ നിനിസ ഗഗസ. ഇന്നു നിന്റെ പാട്ടു തേടി കൂട്ടു തേടി ആരോ വന്നു നിന്റെ വീണയിൽ നിൻ പണികളിൽ തൊട്ടു. ആടുമേയ്ക്കാൻ കൂടി വരാം പൈക്കളുമായി പാടി വരാം കാതിലാരോ ചൊല്ലി. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. എസ്തർ കുട്ടി, എന്തോ ഇന്നത്തെ മാർക്ക് അറിയണ്ടേ? ആ. 95.5 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. അല്ല താങ്ക് യു ചേച്ചി. അപ്പൊ എസ്തർ കുട്ടിയുടെ ഫുൾ ഫാമിലിയെ നമ്മൾ ഒന്നിച്ച് പരിചയപ്പെട്ടു. ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ടാറ്റ. All the best. ടാറ്റ. സീ യു. ടാറ്റ. എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ. അപ്പൊ പാട്ട് കേൾക്കാൻ വേണ്ടി നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ ജഗത് കുട്ടൻ. ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. ഹായ്. ഹായ്. ഹായ് നിങ്ങൾ. ജഗത് കിശോര ചന്ദ്രശേഖരം നമോസ്തുതേ. ഈ നമ്മൾ നമസ്തേ എന്ന് പറയില്ലേ? ആ. നമസ്തേ എന്ന് പറയുന്നതിന് വലിയൊരു അർത്ഥമുണ്ട്. എന്താ വെച്ചാ നമ-തേ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് നമസ്തേ എന്ന് പറയുന്നത്. അതില് നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പാണ്. അതായത് ഞാനെന്ന ഭാവമില്ലാതെ അങ്ങേ ഞാൻ നമിക്കുന്നു എന്നാണ് അതിൻ്റെ ഉള്ളിലെ അർത്ഥം. അതാണ്. അപ്പൊ അതില് ചെറുപ്പ വലിപ്പമില്ല, ഉച്ച നീചത്വമില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് ഇവനോട് ഇപ്പൊ നമസ്കാരം എന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ അടുത്തുള്ള എല്ലാ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയാണ് ഈ എം ജെ അങ്കിൾ പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് ഇന്നത്തെ വിശേഷം? ഇന്ന് എന്റെ ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടാ സുഖല്ലേ? ഏട്ടാ സുഖാണ്. എന്തൊക്കെയാണ് വിശേഷം? വിശേഷം നന്നായിട്ട് പോകുന്നു. ആണോ? അതെ. ഏട്ടന് പ്രത്യേകമായ എന്തെങ്കിലും വിശേഷമുണ്ടോ? പ്രത്യേകമായിട്ട് കോളേജിലല്ലേ? പറയണോന്നോ? ഇപ്പോ ഒരു പ്ലസ് ടു ഒരു കള്ളത്തരമില്ല. കാര്യം എനിക്ക് അറിയണം. അപ്പൊ ഇപ്പൊ അറിയണം. അത് കള്ളത്തരൊന്നല്ല. അതെന്താ സംഭവം എന്ന് വെച്ചാല് ഈ അടുത്ത് പാർലമെന്റില് ഡോക്ടർ BR അംബേദ്കറിന്റെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രോഗ്രാമില് സ്പീച്ച് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് 12 കുട്ടികളെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരാൾ ഞാനായിരുന്നു. അവിടെ പോയി. അത് വലിയ വിശേഷല്ലേ? അതിന് തുടക്കം എങ്ങനെയായിരുന്നു? Respected speaker, honorable dignitaries, and my dear fellow citizens of a rising India. Today, we gather not just to celebrate a birth anniversary, but to confront responsibility. 76 years ago, in these very corridors, a man sat with a pen and a purpose. History calls him the architect of our constitution. But today, standing here as the representative of the youth of 2026, I propose a deeper title. Dr. B.R. Ambedkar was the architect of our conscience. Aha. The architect of our conscience. Wonderful. ഇത് ഗംഭീരായിട്ടുള്ള അടിപൊളി. പലതും പഠിച്ചില്ലേ എന്ന്? ഉണ്ട്. ഇപ്പൊ നമ്മള് പാർലമെന്റിൽ എത്തി, ഇവിടെ ഇല്ല അല്ലേ? ആ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോ തന്നെ നമ്മൾ അവിടെ എത്തി എന്നുള്ള ഫീൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഇലോക്വൻസ് എന്ന് പറയുന്നത്. അതാണ് ഒരു ഒറേറ്ററിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ദാറ്റ് ഈസ് ഗ്രേറ്റ് കേട്ടോ. അപ്പോ ചന്ദ്രശേഖര, ഏതാണ് പാട്ട്? ചുംബനപ്പൂ കൊണ്ട് മൂടി എന്നിട്ട് തമ്പുരാട്ടി നിന്നെ ഉറക്കാം. വല്ല ആവശ്യമുണ്ടോ?
പുള്ളിക്കാരത്തി ഇപ്പൊ ഉറങ്ങണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഉറക്കം വരുന്നില്ലെങ്കിലോ? എന്ത് ചെയ്യും? എന്നാലും നീ പറയോ ഉറങ്ങിയേ പറ്റൂ അവിടെ കിടക്കും എന്ന് പറയാ. ഉറക്കം വന്നിട്ടാണ് പാടിക്കൊടുക്കുന്നത്. ഓ അങ്ങനെ. അപ്പൊ താരാട്ടാണോ? അപ്പൊ ഓൾ ദി ബെസ്റ്റ് ജഗത് കുട്ടാ. താങ്ക് യു. അടിപൊളിയാവട്ടെ കേട്ടോ. ഓക്കെ. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ഉണ്മ തന്നുണ്മയാ കണ്ണുനീർ, ഉണ്മ തന്നുണ്മയാ കണ്ണുനീരനുരാഗത്തെ നിന്നു ചൊല്ലി ഞാനൂട്ടാം, തേനെന്നു ചൊല്ലി ഞാനൂട്ടാം. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം? കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം? നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞാൽ നാരായണനെന്തിനമ്പലങ്ങൾ? നെടുവീർപ്പും ഞാനിനി പൂമാലയാക്കും, ഗദ്ഗദങ്ങൾ പോലും പ്രാർത്ഥനയാക്കും, ഗദ്ഗദങ്ങൾ പോലും പ്രാർത്ഥനയാക്കും. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. കത്തിയെരിയുമീ ഗ്രീഷ്മത്തിനക്കരെ പൂക്കാലമുണ്ടായിരിക്കാം. കത്തിയെരിയുമീ ഗ്രീഷ്മത്തിനക്കരെ പൂക്കാലമുണ്ടായിരിക്കാം. മങ്ങിയ നിന്മനം വീണ്ടും തെളിഞ്ഞതിൽ പൂർണ്ണബിംബം പതിഞ്ഞേക്കാം. അന്നോളം നീ എൻ്റെ മകളായിരിക്കും, അല്ലലറിയാത്ത കുഞ്ഞായിരിക്കും, അല്ലലറിയാത്ത കുഞ്ഞായിരിക്കും. ചുംബനപ്പൂ കൊണ്ടു മൂടി എൻ്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. ഉണ്മ തന്നുണ്മയാ കണ്ണുനീർ, ഉണ്മ തന്നുണ്മയാ കണ്ണുനീരനുരാ
മോനെ ജഗത്തെ, എന്തോ നീ കൊള്ളാലോടാ. താങ്ക് യു ഫീലുമായിട്ട് പാടിയത് താങ്ക് യു സർ. നിന്നോട് തോന്നിയില്ലേ? തോന്നി ഫീലു അല്ലേ മുരളിയണ്ണ? ഫീലു ബൈ ഫീലു അല്ലേ? അകലെ ഫീലു അല്ലേ ക്യാപ്റ്റൻ? ഓഫ് കോഴ്സ് യെസ്. ഉണ്ണിച്ചേട്ടാ ഇത് മൊത്തം ഫീൽ വരും. ഡബിൾ ഫീൽ. ഡബിൾ ഫീൽ, ട്രിപ്പിൾ ഫീൽ. അതെ. ഒരു രക്ഷയില്ല. താങ്ക് യു. നമ്മളെ കരയിച്ചേ അടങ്ങും. കരയിച്ചു, ഉറക്കി. ഉറങ്ങിപ്പോയി. അയ്യോ. ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ നോക്കുമ്പോ ആര്യ ചേച്ചി അനങ്ങുന്നില്ല. അത് ഉറങ്ങിയതാ. ഞാൻ ഉറങ്ങിയിട്ടില്ല സത്യം. ഞാൻ ഇങ്ങനെ ആസ്വദിക്കായിരുന്നു ജഗത് കുട്ട. എന്തൊക്കെയോ ഓർമ്മകളിലൂടെ ഉള്ള ഒരു യാത്രയായിരുന്നു. അതെ. ജഗത്തെ എന്തോ വളരെ മെച്ചുവേർഡ് സിംഗിങ് ആയിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനെ വളർന്ന് തഴച്ച് വളർന്ന് അങ്ങനെ ആകാശം മുട്ടെ പറക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു അങ്കിളല്ലേ ഇവിടെ ഇരിക്കണേ? അതെ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ അല്ലേ? ഇന്നിപ്പോ ഉണ്ണിയണ്ണനുണ്ട്. അപ്പൊ ഉണ്ണിയണ്ണന് കൊടുക്കാവുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രസന്റും കൂടെയാണ് ഈ പാട്ട്. താങ്ക് യു. ഇന്നത്തെ ദിവസം സുന്ദരങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു പാട്ടിൽ. താങ്ക് യു. ഓഫ് കോഴ്സ് എ ഗ്രേറ്റ് സോങ് ബൈ ശ്രീകുമാരൻ തമ്പി സർ. അദ്ദേഹം തന്നെയാണ് സംഗീതവും. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ പഴയ കാലത്തുള്ള അകലെ അകലെ നീലാകാശത്തിന്റെ ഈണവുമായിട്ട് ഒരു സ്പർശമുണ്ട് ഈ പാട്ടിന്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിരിക്കാം, എനിക്കറിയില്ല അതിനെപ്പറ്റി. ബട്ട് ഈ പാട്ടിന് ഒരു ബ്യൂട്ടി ഉണ്ട്. അതെപ്പോഴും നമ്മളെ ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഇന്ന് തഴുകിയതാരാ? ഞാൻ. നമ്മുടെ ജഗത് അല്ലേ മോനെ? പിന്നെ ചുംബനപ്പൂ കൊണ്ടുമൂടി. എനിക്ക് വളരെയധികം ശ്രദ്ധേയമായിട്ട് തോന്നിയത് ആ കൊണ്ടു എന്നുള്ളത് ആദ്യത്തെ 2 പ്രാവശ്യത്തെ 2 സംഗതിയാണ് അല്ലേ? അത് കൃത്യമായിട്ട് നീ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിനൊരു ഐഡിയ കൊടുക്കണം. താങ്ക് യു. പിന്നെ എന്റെയും ഈ വെബ്രാറ്റോ വൈബ്രേഷൻ അത് ഇത്രയധികം വേണോ? തമ്പുരാട്ടി നിന്നെ ഉറക്കാം പോരെ? ഉറക്കാം അത് വേണോ? വേണോ? ഉറക്കാം പോരെ? അത് പഠിക്കേ. തമ്പുരാട്ടി നിന്നെ ഉറക്കാം. അവസാനം ആഡ്ലിബ് നിർത്തുമ്പോഴ് ചുംബനപ്പൂ കൊണ്ടു മൂടി എന്തേ തമ്പുരാട്ടി നിന്നെ ഉറക്കാം അല്ലേ? അപ്പൊ ആ വൈബ്രേഷൻ വേണ്ടെന്നർത്ഥം. അത് വോബ്ലിംഗ് പോലെ പോകും. ഉറക്കാം ഇങ്ങനെ ഗീറിടുന്നല്ലേ വണ്ടി റേസ് ചെയ്യുന്ന പോലെ ഉണ്ട്. അത് വേണ്ട കേട്ടോ, അത്ര വേണ്ട. പിന്നെ എനിക്ക് ശ്രുതി കറക്റ്റായിട്ട് വരാത്ത ഗ്രീഷ്മത്തിനക്കരെ, അതുപോലെ പൂക്കാലമുണ്ടായിരിക്കാം, ഇവിടെയൊക്കെ എന്തോ ഒരു പ്രശ്നം. അവസാനത്തെ പല്ലവിൽ ഒരു കണ്ണുനീർ പാടിയില്ലേ? അത് നന്നായിരുന്നു. അപ്പൊ ഇത്രയും നല്ലൊരു പാട്ട് സെലക്ട് ചെയ്തതിന് ഒരു ഉമ്മ. പിന്നെ ഇത്രയും ഫീലുമായിട്ട് പാടിയതിന് ഒരു ഡബിൾ ഉമ്മ. മൊത്തം 3 ഉമ്മ കിട്ടി ഗൈസ്. ജഗത് കിഷോർ എന്തോ ഇന്ന് 2ഉം കൽപ്പിച്ചിട്ടാ വന്നിട്ടുള്ളത് അല്ലേ? മനോഹരമായി പാടി. താങ്ക് യു. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു പാട്ട് വരികൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള പാട്ടാണ്, എക്സ്പ്രഷന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള പാട്ടാണ്. ദാസേട്ടൻ്റെ വോയിസിൽ നമ്മൾ കേട്ട് അത്രയും അധികം ഇഷ്ടമുള്ളൊരു പാട്ടാണ് ആ പാട്ട്. മോനത് ശരിക്കും ഉൾക്കൊണ്ട് പാടി. അതാണ് ശരിക്കും പറയാനുള്ളത്. താങ്ക് യു. എനിക്ക് തോന്നിയത് ആ ബേസ് രജിസ്റ്റർ ആണ് കുറച്ചൊരു, അത് മോൻ്റെ വോയിസ് മാറുന്ന സമയമായിരിക്കാം ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കാം. ബേസ് രജിസ്റ്റർ കുറച്ചുകൂടിയും ഇതാവണമെങ്കിൽ പിച്ച് കൂട്ടണം. പിച്ച് കൂട്ടിയാൽ പിന്നെ ഹൈ പിച്ചസ് പാടാൻ ബുദ്ധിമുട്ടാവും. പക്ഷെ ഇത് മനോഹരമായി പാടി മോനെ. ആ പാട്ട് എന്താണോ ആവശ്യപ്പെടുന്നത് അത് ശരിക്കും അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു. താങ്ക് യു. വളരെ മനോഹരമായി പാടി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ജഗത് കുട്ട എന്തോ സുഖായിരിക്കുന്നോടാ? ആണോ? ആ സുഖം പാട്ടിൽ കേൾക്കാണ്ടായിരുന്നു കേട്ടോ. നല്ല ഫീല്, നല്ല സുഖമായിട്ട്, നല്ല എന്താ പറയാ, നല്ല മെച്യൂർ ആയിട്ടുള്ള സിംഗിങ്. ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ ജഗത് കുട്ടൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് ബിഗ്. താങ്ക് യു. ഞാൻ ഒരു സമ്മാനം തരട്ടെ. ഇതേതാ രാഗം എന്നറിയോ ഈ പാട്ട്? ചാരുകേശി. ചാരുകേശിയില് കൃപയാ പാലയ ശൗര്യ എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്. പഠിച്ചതാണോ? പഠിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. ചാരുകേശിയിലത്തെ ഒരു ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ പാടിയതിന് ഫോർ ദ സെലക്ഷൻ താങ്ക് യു. ഒരു കയ്യടി. രണ്ടാമത്തെ കയ്യടി ഫീലുവിന് 2ാമത്തെ കയ്യടി. താങ്ക് യു. 3 അതിന്റെ വരികളുടെ അർത്ഥം അറിഞ്ഞ് പാടിയതിന് 3ാമത്തെ കയ്യടി. കേട്ടോ? അപ്പൊ ഇപ്പോ ടോട്ടൽ 3 ഉമ്മയും 3 കയ്യടിയും കിട്ടിയില്ലേ? ഹാപ്പി അല്ലേ? യെസ്. എന്തോ ചൂടപ്പം പോലെ എത്ര മാർക്കായിരിക്കും? എനിക്ക് ഒരു ഗസ്സും കിട്ടുന്നില്ല. ഇന്നത്തെ ചൂടപ്പം ഇതുവരെ ഒരു ഐഡിയ ഇല്ലേ?
ജോഷഫ. എല്ലാവർക്കും 100 ക്ലൂ കൊടുക്കും. ക്ലൂ ക്ലൂ ജോഷഫ. ഞാൻ മറന്നു, എനിക്ക് ടച്ച് വിട്ടിരിക്കുകയാണ്. മീനുട്ടിയാണെങ്കിൽ എത്ര മാർക്ക് കൊടുക്കും? എനിക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് 100 കൊടുക്കാലോ. അങ്ങനെ അങ്ങനെ ഇത് അറിഞ്ഞാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. വെറുതെ തള്ളാതെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറ. എനിക്ക് അറിയണ്ടേ എനിക്ക് കുറച്ച് ഒരു 98. കറക്റ്റ്. going to be awarded 98 on 100 today. മീനുട്ടി ആള് വിചാരിച്ചല്ലോ. അതെ ഞാൻ ഇച്ചിരി കൂടെ കുറച്ചിരുന്നല്ലോ, എന്ത് സംഭവിച്ചത്? അപ്പൊ ഞങ്ങള് കൂട്ടും. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ടാറ്റാ. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.